ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം ടാറ്റ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശ്വാസ് എന്ന ചെറുപ്പക്കാരൻ അവിശ്വസനീയമായി രക്ഷപ്പെട്ട കഥ നാം ഇപ്പോൾ കേട്ടു. ഡോക്ടർ നുസ്രത് ജഹാൻ, അട്ടിമറി സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് പറയുന്നത്. നോക്കൂ, നമുക്കറിയാം കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടയിൽ 2 കപ്പൽ അപകടങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിച്ചത് കേരള തീരത്ത്. ഇപ്പോൾ നോക്കൂ, ഒരു വിമാന ദുരന്തം കൂടി നടന്നിരിക്കുന്നു. ടാറ്റയ്ക്കെതിരെ വലിയ പ്രക്ഷോഭവുമായിട്ട് പല കോണുകളിൽ നിന്നും ചിലരൊക്കെ രംഗത്ത് എത്തിയിട്ടുണ്ട്. ടാറ്റയ്ക്ക് എതിരെ ടാറ്റയാണ് ഓൺ ചെയ്യുന്നത് എയർ ഇന്ത്യ വിമാനങ്ങൾ. അപ്പോൾ സ്വാഭാവികമായി അട്ടിമറി നമുക്ക് പ്രതീക്ഷിക്കാം. ആ സാധ്യത തള്ളിക്കളയാൻ ആവില്ല. നേരത്തെ ശ്രീ രഘുനാഥ് ചൂണ്ടിക്കാണിച്ചതുപോലെ മെയിൻ്റനൻസ് സ്റ്റാഫിൽ ഒരാൾ വിചാരിച്ചാൽ മതി. മെയിൻ്റനൻസ് സ്റ്റാഫിൽ ഒരാൾ വിചാരിച്ചാൽ മതി, പ്രശ്നങ്ങളുണ്ടാക്കാം. അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം അത് നടത്തേണ്ടതല്ലേ, അതൊരു അനിവാര്യതയല്ലേ. എന്തായാലും എയർ ഇന്ത്യയുടെ MDയും CEO അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ തന്നെ ഉന്നതതല സംഘം അഹമ്മദാബാദിലെത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. ഡോക്ടർ നുസ്രത് ജഹാൻ. അട്ടിമറി സാധ്യത നമ്മൾ നല്ല പോലെ കാണണം. കാരണം എല്ലാം നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ സിന്ദൂർ ഓപ്പറേഷൻസ്, പിന്നെ ഇന്ത്യൻ ഡെലിഗേറ്റ്സ് വിസിറ്റിംഗ് ഫോറിൻ കൺട്രീസ്, പ്രധാനമന്ത്രിയുടെ നോ ടോളറൻസ് ഫോർ ടെററിസം എന്നുള്ള വാക്ക്, പിന്നെ ഇതെല്ലാം കംപ്ലീഷൻ ആയിട്ടുള്ള ഒരു ദിവസങ്ങളാണ് ഇപ്പൊ കടന്നുകൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ ഈ സമയത്ത് 53 നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സെലക്ട് ചെയ്യണ എയർക്രാഫ്റ്റിന്റെ പാസഞ്ചേഴ്സ് ലിസ്റ്റ് നമ്മൾ പരിശോധിക്കണം. ആ പാസഞ്ചേഴ്സ് ലിസ്റ്റ് ഇത് നേരത്തെ തന്നെ ബുക്ക് ചെയ്യും. 53 ബ്രിട്ടീഷ് ആൾക്കാരാ. ഇതൊക്കെ ലോകത്തിന്റെ മുമ്പിൽ വലിയ നാണക്കേടായിട്ട് വരാനുള്ള ഒരു മുഖച്ഛായ തന്നെ ഭാരതത്തിന്റെ മാറ്റാനുള്ള ഒരു ചാൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതില് വലിയൊരു കാര്യം ടാറ്റയും സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയും ഒക്കെ അറിയേണ്ട, മനസ്സിലാക്കേണ്ട, അവര് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സെലബി ഓടിച്ച പോലെ എയർ ഇന്ത്യ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ഓൾസോ ഇസ് ദെയർ. എഞ്ചിനീയറിംഗ് നമ്മൾ കൊടുത്തിട്ടില്ല, പക്ഷെ എയർ ഇന്ത്യ ഏറ്റെടുത്തപ്പോ ഇത് അവർ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്. പരാമർശിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. സെലബിയെ ഓടിച്ചു, സെലബിയുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്തു. പക്ഷെ സെലബിയിൽ വർക്ക് ചെയ്ത ചിലർ ഇപ്പോഴും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് നടത്തുന്നുണ്ട് എന്ന വാർത്ത ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. സെലബിയിൽ വർക്ക് ചെയ്തിരുന്ന ചിലർ ഇപ്പോഴും ഈ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതെ, അതിൽ കൈകടത്താൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. അതാണ് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയും DGCയും മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പൊ ഈ എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ്, എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് ഗവൺമെന്റിന്റെ കയ്യിലുള്ളത്. എയർ ഇന്ത്യ ഇസ് ഗോൺ ഫോർ ടാറ്റ. പിന്നെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് മൊത്തം വീതിച്ച് പലരുടെ കയ്യിലാണ് കാലാകാലങ്ങളിലായിട്ട് ഇരിക്കുന്നത്. അതിലായിരുന്നു സെലബി. അപ്പൊ ഇതിൽ വിസ്താരക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഹാൻഡിൽ ചെയ്യണത് എഞ്ചിനീയറിംഗ് സെക്ഷൻ വിസ്താരയാണ്. വിസ്താര എന്ന് പറയുമ്പോൾ ദാറ്റ്സ് അനദർ പ്രൈവറ്റ് ആയിട്ട് തന്നെ വരിക. ഇപ്പൊ ഈ സെലബിന്ന് പോയ ആൾക്കാര് പലരും ഇതുപോലുള്ള സംഗതികളിൽ കയറിയിട്ടുണ്ട്. എക്സ്പീരിയൻസ് ടെക്നീഷ്യൻസിനൊക്കെ വളരെ കുറച്ച് ആൾക്കാരെ ഇന്ത്യയിലൊക്കെ ഉള്ളൂ. പിന്നെ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഇവരൊക്കെ പറയുന്ന ഈ എക്സ്പീരിയൻസ് വലിയ എക്സ്പീരിയൻസ് ഒന്നുമല്ല. എയർ ഇന്ത്യന്റെയും ഇന്ത്യൻ എയർലൈൻസിന്റെയും ടെക്നീഷ്യന്മാരെ കണ്ടാല് ലോകത്തിൽ ഒരു ടെക്നീഷ്യൻകാരും നല്ലതല്ല. ഏത് എയർക്രാഫ്റ്റിന്റെ എമിറേറ്റ്സ് എയർലൈനൊക്കെ വന്ന് നിന്നിട്ട് അടുത്ത ദിവസം 2 ദിവസമൊക്കെ കാത്തിക്കേണ്ട ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. ആ ഫ്ലൈറ്റിന് അവിടുന്ന് എഞ്ചിനീയറിംഗ് സെക്ഷന് ദുബായിന്ന് വരണം, അത് ടേക്ക് ഓഫ് ആണ്. അങ്ങനെ ഒരു എഞ്ചിനീയർ വന്നിട്ട് ശരിയാവാത്ത കാര്യം ഇന്ത്യൻ എയർലൈൻസ് റൺ ചെയ്യണ കാലത്ത് ആ ഇന്ത്യൻ എയർലൈൻസിന്റെ ഒരു ടെക്നീഷ്യൻ പോയി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് ചെറിയൊരു കണക്ഷന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. അത്രയ്ക്കും സ്മാർട്ടായിരുന്നു നമ്മുടെ ടെക്നീഷ്യൻസ് എന്ന് പറയാണ്ടിരിക്കാൻ വയ്യ ഈ അവസരത്തില്. അപ്പൊ ഇതെല്ലാം കൈമാറി നിൽക്കുമ്പോൾ ഇവിടെയൊക്കെ പ്രൈവറ്റ് കൈകടത്തലുണ്ട്. പിന്നെ നോ മിസ്റ്റേക്ക് ഇൻ ഏവിയേഷൻ ഇൻഡസ്ട്രി എന്നാ നമ്മളത് ട്രിപ്പിൾ ചെക്ക് അത്രയും കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഇതില് വേറൊരു സംഗതിയുണ്ട്, ലോഡ് ആൻഡ് ട്രിം.
പണ്ടൊക്കെ ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ട്രിമ്മിങ് ഒക്കെ ചെയ്യുക. ലോഡ് ഇത്ര ലോഡ് ഇപ്പൊ എത്ര പാസഞ്ചേഴ്സ് ഉണ്ട് അതില് എത്ര ടണ്ണ്, പിന്നെ ഈ 268 പാസഞ്ചേഴ്സ് ടോട്ടൽ ഉണ്ടാവണം ഈ ഡ്രീം ലൈനറിൽ. അപ്പൊ ഈ പാസഞ്ചേഴ്സിന്റെ ഒക്കെ ബാഗും എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ ഒരു 210 എയർക്രാഫ്റ്റ് അടക്കം വെയിറ്റ് ഉണ്ടത്. അപ്പൊ അതെങ്ങനെയാണ് ട്രിം ചെയ്തത്? ഒരു ബാഗേജിന്റെ സാധനം കൂടും. അതുകൊണ്ടാണ് ഈ അവസരത്തിൽ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരിക്കലും പോയിട്ട് ഓവർ വെയിറ്റ് ഇട്ടിട്ട് ആരെയും കെഞ്ചിയിട്ട് ഞാൻ വാങ്ങൂല. കാരണം എനിക്ക് പരിചയമുള്ളവരുണ്ട്, അടയ്ക്കാൻ പറ്റിയ അവിടെ കാണിക്കാൻ പറ്റിയ റെക്കോർഡിന് മാത്രമേ ബാഗേജ് കൊണ്ടുപോകും. പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെ 5 കിലോ 10 കിലോ പല രാഷ്ട്രീയക്കാരും പലരും വിളിച്ചു പറയുമ്പോൾ തള്ളിക്കൊടുക്കും. അപ്പൊ ഒരിക്കലും ബാഗേജ് നമ്മൾ ഒരിക്കലും സത്യസന്ധതയായിട്ട് ട്രാവൽ ചെയ്യണ ഒരാൾ ഒരിക്കലും എക്സസ് ബാഗേജ് ഒന്ന് വിട്ടേക്ക്, അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ പറയും. പക്ഷെ ഈ എയർക്രാഫ്റ്റിൽ അത് വരില്ല. കാരണം അത് വരാൻ സാധ്യത, കാരണം 2 പീസ് ബാഗേജ് അലൗ ചെയ്യുക. നമ്മളെ പോലെ 20-25 അല്ല, 2 പീസ് ബാഗേജ് ദാറ്റ് ഷുഡ് നോട്ട് ബി 32 കിലോസ്. 32 കിലോസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ജന്മത്തിന് നമ്മളിങ്ങനെ എടുത്താൽ 32 ബാഗ് നമുക്ക് അറിയാൻ പറ്റും. 15 കിലോ 32 കിലോ എന്നുള്ളത് അത് നമ്മൾ എയർപോർട്ടിൽ ജോലി ചെയ്തവർക്ക് അത് പെട്ടെന്ന് പിടിക്കുക. ആ നമുക്കത് പൊക്കാൻ പറ്റും. അപ്പൊ ഒരു ഹ്യൂമണിന് ബേസ് ചെയ്തിട്ട് നടുവൊന്നും പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 32 kg ഒരു പീസ് ഉണ്ടായത്. അപ്പൊ ഈ ഒരു പീസ് മാത്രമേ വരുള്ളൂ. പക്ഷെ ഇത് ലോഡ് ചെയ്യുമ്പോൾ നോസിൽ കൊണ്ടുപോയോ വെയിലിൽ കൊണ്ടുപോയോ ഒക്കെ ഇടുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലുണ്ട്. അപ്പൊ ഈ ലോഡ് ആൻഡ് ട്രിം ആരാ ചെയ്തെന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഇതില് എന്താണ് വന്നത് എന്നുള്ളത് പല വിധത്തിൽ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ ലോഡ് ആൻഡ് ട്രിം ഒക്കെ സെൻട്രലൈസ്ഡ് ആയിപ്പോ ബാംഗ്ലൂര്, ഡൽഹി ഈ 2 സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. പണ്ടൊക്കെ അതേ സ്റ്റേഷനിൽ നമ്മൾ അത് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തേന്ന് പോണം. എല്ലാം ഈ പ്രൈവറ്റ് ആൾക്കാർ വന്ന് ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് വന്നത് തൊട്ടാണ് ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. എയർ ഇന്ത്യ ആണെങ്കിൽ എയർ ഇന്ത്യക്കാരൻ, ഇത്തിഹാദ് ആണെങ്കിൽ ഇത്തിഹാദുകാരൻ, കിംഗ്ഫിഷർ ആണെങ്കിൽ കിംഗ്ഫിഷർ ലോഡ് ആൻഡ് ട്രിം പഠിച്ച് അഡ്വാൻസും പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയോ മാത്രമേ അത് ചെയ്യുള്ളൂ. കാരണം അത് ഭയങ്കര ഡേഞ്ചറസ് ഒരു ഏരിയ. അപ്പൊ ഇതില് ആര് ചെയ്തു? ഈ സെൻട്രലൈസ്ഡ് എന്ന് വന്ന ഈ സാധനം ചെക്ക് ചെയ്യാതെ പൈലറ്റിന് കൊടുത്തോ? കാരണം ഇത്രയും ഫ്യൂവലുള്ള ടാക്സി കഴിഞ്ഞ പാട് തന്നെ ഇത് പൊങ്ങുന്നത് വായിട്ട് നമുക്ക് ഫീൽ ചെയ്യണ്ടേ, പക്ഷെ അത് പൊങ്ങിയിട്ടില്ല എന്നുള്ള സത്യം. മെഡിക്കൽ കോളേജ് പ്രത്യേകിച്ച് ഡ്രീം ലൈനർ ഒക്കെ പറത്തുന്ന പൈലറ്റുമാർ വെൽ എക്സ്പീരിയൻസ് ആയിരിക്കില്ലേ അല്ലേ? വെരി എക്സ്പീരിയൻസ്. ഒരിക്കലും ഇന്ത്യൻ പൈലറ്റ്സിന് വെല്ലാനുള്ള പൈലറ്റുമാരൊന്നും ലോകത്തെവിടെയില്ല. അത് നമ്മൾ സല്യൂട്ട് ചെയ്യണം. എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് അവരൊക്കെ മിലിറ്ററി ട്രെയിനിങ് കൂടി എടുത്തവരാ. അവർക്ക് ഒരു പൈലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്ന അതൊക്കെ ഉണ്ട്. അപ്പൊ ഇവർക്ക് മിസ്റ്റേക്കുകൾ വരൂല. അവർക്ക് ടേക്ക് ഓഫ് ടാക്സിയിൽ തന്നെ തിരിച്ചു വരുന്ന എത്ര എയർക്രാഫ്റ്റ് ഉണ്ട്. ഫ്യൂവൽ അധികമായി പോയാൽ ആ ഫ്യൂവൽ അധികമാകുമ്പോൾ ടാക്സിയിൽ അവർക്ക് മനസ്സിലാവും. ഇപ്പൊ ഈ ഒരു ഫ്ലൈറ്റ് 9.5 മണിക്കൂറാണ് നമ്മൾ അഹമ്മദാബാദ് ടു ലണ്ടൻ കണക്കൂട്ടുന്നത്. 9.5 എന്നുള്ള 10 മണിക്കൂർ കൂട്ടിക്കോളൂ. 10 മണിക്കൂർ പറയുമ്പോൾ ഒരു മണിക്കൂറിന് 7.5 കിലോഗ്രാം പിന്നെ ഇത് വേണം, ഫ്യൂവൽ വേണം. അപ്പൊ ഇത് 10 മണിക്കൂറിന് എത്ര എടുക്കും? അതിൽ കുറച്ചധികം നമ്മളിപ്പോ എവിടെയെങ്കിലും ഇതാക്കിയാൽ എപ്പോഴും അഡീഷണൽ എടുക്കും. അപ്പൊ ഇത് ഫുൾ ഫ്യൂവലുള്ള ഒരു ഫ്ലൈറ്റാ. ഇവർക്ക് ടേക്ക് ഓഫ് വന്ന് ആ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴാണ് ഇതിന്റെ പ്രശ്നം വന്നത്. അപ്പൊ ടെക്നിക്കലി ഈ എഞ്ചിനീയറിംഗ് സെറ്റ് ചെയ്ത് ഫ്യൂവൽ ചെയ്ത് കൊടുത്ത് പിന്നെ അതിനകത്ത് എല്ലാ സെക്ഷനുകളും ഇവർ ചെക്ക് ചെയ്യണം. പിന്നെ ഈ പാസഞ്ചേഴ്സ് ലാസ്റ്റ് മൂമെന്റ് ഏതെങ്കിലും പാസഞ്ചേഴ്സ് ഇതിന്ന് ചെക്ക് ഔട്ട് പിന്നെ നോ ഷോ കാണിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് അവർ പോയിട്ടുണ്ടോ, തിരിച്ചു പോയിട്ടുണ്ടോ? നമ്മൾ കഴിഞ്ഞ ഒരു ഫ്ലാറ്റില് ഏതെങ്കിലും ചെക്ക് ഇൻ ചെയ്ത് ബാഗേജ് ഉള്ളിലായാൽ നമ്മൾ പാസഞ്ചറെ വിടൂല. അപ്പൊ നിങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാല് ബാഗേജ് ഉണ്ടെങ്കിൽ ആ ബാഗേജ് ഫുൾ ഇറക്കി എത്ര ഉള്ളിലാണെങ്കിൽ നിങ്ങളെ ബാഗേജ് പുറത്ത് വിട്ടിട്ടേ ഉള്ളൂ നിങ്ങൾ ആ സ്ഥലത്തുനിന്ന് മാറ്റുള്ളൂ. അപ്പൊ പക്ഷെ കാഠ്മണ്ഡു ഫ്ലൈറ്റിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാണ് കാഠ്മണ്ഡു ഹൈജാക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇതേപോലെ എന്തും അട്ടിമറി സാധ്യതകൾ വളരെയധികം നമ്മളെ എയർപോർട്ടുകളിൽ വരുന്നുണ്ട്. ഈ അടുത്ത കാലത്താണ് ഇത്രയും പ്രശ്നങ്ങൾ. അപ്പൊ ഈ ചെക്കിംഗ് സ്റ്റാഫിന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ സെലബി പോലത്തെ എല്ലാവരെയും ചെക്ക് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. ഇനി ഇന്ത്യക്ക് ഇനി ഒന്നും വില കൊടുക്കാനില്ല. 26 ആളെ സിന്ദൂരം വായിച്ചത് അതേപോലെ അതിനേക്കാളും ഭീകരത ഉള്ള ഒരു സംഭവമാണ്. എത്ര കുടുംബങ്ങൾ കോടികൾ നമ്മൾക്ക് കൊടുക്കാതിരിക്കും. പക്ഷെ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ നോ മിസ്റ്റേക്സ് എന്നാ.
അവിടെ ഒരു മിസ്റ്റേക്കും സംഭവിക്കില്ല. പൊന്തിയ ഫ്ലൈറ്റിന് ക്യാപ്റ്റൻ അറിയാം അത് എങ്ങനെയാണ് വീഴാനുള്ള സാധ്യത എന്ന് പോലും വളരെ. എയർ ട്രാഫിക് ആണ് ഏറ്റവും സേഫസ്റ്റ് ജേർണി ഇൻ ദ വേൾഡ്. എപ്പോഴും മാൻമെയ്ഡ് എറേഴ്സ് ആണ് ഈ ഉണ്ടാവുന്ന പല സംഗതികൾക്കും. മലേഷ്യൻ എയർലൈൻസ് ആകാശത്ത് വെച്ച് കാണാണ്ടായപ്പോ ലാസ്റ്റ് എന്താ ഉണ്ടായേ? വാട്ട് വാസ് ബിഹൈൻഡ് ദ സ്റ്റോറി? ടെററിസത്തിന്റെ റൂട്ട് അവിടെ വന്നില്ലേ? ഹൂ വാസ് ഇൻസൈഡ് ദാറ്റ് ഇതില്? ഇപ്പൊ ഈ 53 ആൾക്കാർ ആരാണ് പോലും നമ്മൾ ചെക്ക് ചെയ്യണം. അന്ന് അതിലൊരു വലിയ സയന്റിസ്റ്റിന്റെ ഒരു ടീമായിരുന്നു ആ മലേഷ്യൻ എയർലൈൻസ്. ആ പൈലറ്റ് എത്രയോ കാലങ്ങളായിട്ട് ഇതുപോലെയുള്ള ഹൈജാക്കിങ്ങും ബ്ലാക്ക് ഹോളിൽ പോണൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഇതുപോലുള്ള ഇവരൊക്കെ ബുദ്ധി, മനുഷ്യന്റെ ബുദ്ധിയല്ലേ നമുക്ക് പറയാൻ പറ്റില്ല ആരെ കൂടെ എങ്ങനെ നിൽക്കുന്നു. പിന്നെ ഏറ്റവും ബോർഡർ, പാകിസ്ഥാന്റെ ബോർഡറിൽ കിടക്കുന്ന ഒരു സാധനം അടുത്തത്. നമ്മൾ ലാസ്റ്റ് ഇവിടെ ഇന്ത്യ വെടിനിർത്തൽ നമ്മൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോ അവിടെ പൊട്ടിച്ചില്ല ഇവന്മാര്. ആ രാത്രി പോലും അവർ പൊട്ടിച്ച ഈ പഞ്ചാബിന്റെ ബോർഡറിലായിരുന്നു, അല്ല ഗുജറാത്തിന്റെ ബോർഡറിലായിരുന്നു നമുക്ക് ഉണ്ടായത്. അപ്പൊ ഇതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. ഇത് രാഷ്ട്രം ഏറ്റവും ഇതാക്കിയിട്ട് എടുക്കണം. കാരണം ഇന്ന് രാഷ്ട്രത്തിന് ഏറ്റവും മോശപ്പെട്ട ഒരു ദിവസമായിട്ട് തന്നെ കാണണം. നമ്മൾക്കാർക്കും ഇത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ കുടുംബാംഗങ്ങളിൽ ആ നാട്ടിൽ കണ്ടവരെയും അവസ്ഥ എന്താണ്? ഒരുപാട് കാര്യങ്ങളുണ്ട് അനിൽജി. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇതിന് വളരെ ഈസിയോടെ കാണൂ. യാത്ര ചെയ്യുക വിമാനം എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ അത്ര സേഫ് ആയിട്ട് പോകേണ്ടിയും ഇതുപോലെ ഫ്യൂവലിംഗ് തൊട്ടിട്ട് ഒരു പാസഞ്ചർ കയറുന്നത് തൊട്ട് എല്ലാം ഏത് സാധനം. ഇപ്പൊ പണ്ട് തേങ്ങ കയ്യിൽ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ബാഗേജിൽ തേങ്ങ സമ്മതിച്ചില്ല, സെക്യൂരിറ്റിയിൽ എടുക്കും. ഇപ്പൊ ലഗേജിലും തേങ്ങ ഇടാൻ സമ്മതിക്കൂല, ആ റൗണ്ട് തേങ്ങ. അപ്പൊ ഇതുപോലുള്ള കുറേ സാധനങ്ങൾ മെഷേഴ്സ് ഉണ്ട്. ഇതൊക്കെ കളഞ്ഞിട്ട് ഈ മെഷേഴ്സ് ഒന്നും നോക്കാതെ നടത്തണമെങ്കിൽ ഇതിൽ ഒരു ട്രെയിനിങ്ങും കിട്ടാത്ത ആൾക്കാരായിരിക്കണം ഈ ജോലി ചെയ്യണമെന്നുള്ളത് വളരെ ശക്തമായി തോന്നുന്നു. നമുക്കൊക്കെ തന്നെ എയർപോർട്ടുകളിൽ ചെല്ലുമ്പോൾ ഇതിന്റെ ഓരോ കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്കിത് അറിയണോണ്ട് വല്ലാതെ പേടി തോന്നും ഈ കാര്യങ്ങള്. പിന്നെ ഇത് വീണത് കറക്റ്റ് പോയിന്റ്, ഈ ഫ്ലൈറ്റ് പോയിട്ട് ഏറ്റവും വലിയ ഇപ്പൊ അവിടുത്തെ മെഡിക്കൽ കൗൺസിലും മെഡിക്കൽ കോളേജും ഏറ്റവും വലിയൊരു സ്ഥാനത്തേക്കാണ് ഇത് വന്ന് കുത്തി ഇറങ്ങിയത്. അതിന്റെ അപ്പുറത്തേക്ക് ആണെന്ന് ആദ്യം പറഞ്ഞു, പക്ഷെ ഇത് ഇറങ്ങിയത് ഇതിന്റെ മേലെയാണ്. അപ്പോ എല്ലാം കൊണ്ടും ഇതെല്ലാം പ്ലാൻ ചെയ്ത് ടെക്നോളജിയിലും നമുക്ക് എല്ലാം പ്ലാൻ ചെയ്ത് പോകാൻ പറ്റും. ഇപ്പൊ മിസ്റ്റേക്ക് ചെയ്യുന്നിടത്ത് ടെക്നോളജി അഡ്വാൻസ്ഡാ അല്ലെ? നമ്മള് നല്ല കാര്യങ്ങൾ ചെയ്യണ പോലെ അല്ല.